വിജയമല്യ സ്വർണം വിശ്വസിക്കപ്പെടുന്നു. പക്ഷേ 2009 മുതൽ നിരീക്ഷണ പോയി ദയവായിക്കൊണ്ടുള്ള പ്രൊസീഡിങ്സിൽ ദേവസ്വം ബോർഡ് പറയുന്നു, ദേവസ്വം സെക്രട്ടറി പറയുന്നുണ്ട്, ചെമ്പ് ശില്പങ്ങൾ സ്വർണം വിജയമല്യ കൃഷ്ണയുടെ പോലെ ചോദ്യമുണ്ട്. രണ്ടിപ്പം മിസ്റ്റർ പറഞ്ഞു അന്ന് കാണാതെ നാരികയാണോ ഈ ഇൻജക്ഷൻ കൊടുത്ത വീട്ടിലുള്ള പീഡത്തിൽ കിട്ടിയെന്ന് ചോദിച്ചു. സംശയം പറഞ്ഞു ശരിയല്ല. അല്ല, നമുക്ക് കൃത്യമായി ഇപ്പം നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അന്ന് ഈ വിജയമല്ലി കൊടുത്തതിൽ സ്വർണം പൂശിയിട്ടുണ്ടെന്നുള്ളത് പലരും സാക്ഷ്യപ്പെടുത്തതായി പല വാർത്തകൾ വരുന്നുണ്ട്. നമുക്ക് നേരിട്ടറിയില്ല, വാർത്തകളാണ്. പക്ഷേ ദേവസ്വം ബോർഡ് സെക്രട്ടറി കൊടുത്തതിനകത്ത് ഇങ്ങനെ, പക്ഷേ ദേവസ്വം ബോർഡ് എടുത്തിരിക്കുന്ന തീരുമാനം പ്രോപ്പറാണ്. കൊടുത്തപ്പോൾ എന്താ രേഖപ്പെടുത്തി നമുക്കറിയില്ല. ബോർഡ് എടുത്തിരിക്കുന്നത് ശാസ്ത്രീയമായ പരിശോധനയുടെ ഈ പറയുന്ന നിബന്ധനകൾക്ക് വിധേയമായി കൊടുക്കണമെന്നാണ് തീരുമാനം എടുത്തിരിക്കുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ വിശദീകരണത്തിൽ മനസ്സിലാകാൻ കഴിയും. അപ്പം അതുകൊണ്ട് നിങ്ങൾ സൂചിപ്പിച്ച പോലെ അത് പരിശോധിക്കണം. എങ്ങനെയാണ് ഈ സെക്രട്ടറിയുടെ ഉത്തരവിൽ ഇത് വന്നത് എന്ന കാര്യം കൂടി ഈ അന്വേഷണം, അതുകൊണ്ടാണ് സമഗ്ര അന്വേഷണം വേണമെന്ന് നമ്മൾ പറഞ്ഞത്. അതെ, അതെല്ലാം കൃത്യമായി ഇപ്പോഴത്തെ കാര്യങ്ങൾ മാത്രമല്ല, അന്ന് പൊതുമരാമത്ത് വകുപ്പാണ് ഇത് സമർപ്പിക്കുന്ന ഘട്ടത്തിൽ ഇതെല്ലാം രേഖപ്പെടുത്തുന്നത്. ഇപ്പോഴാണ് അത് ദേവസ്വം കോടതിയുടെ നിർദ്ദേശത്തോടു കൂടി 2023 ശേഷമാണ് കോടതി നേരിട്ട് ഇതിലെല്ലാം ബന്ധപ്പെടാൻ തുടങ്ങി. സ്വർണ്ണപ്പള്ളിയുടെ കാര്യത്തിൽ പോലും നിയന്ത്രണം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. അന്ന് പൊതുമരാമത്ത് വകുപ്പാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് ആ മിനിറ്റ്സ് ഉൾപ്പെടെ പോയി അവർ പരിശോധിക്കണം. അതുകൊണ്ടാണ് ഈ സമഗ്ര അന്വേഷണം വേണമെന്ന് ഞാൻ പറഞ്ഞത്. അതെ, അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച, നിങ്ങൾ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട പോയിന്റാണ്. ഇത് ഒളിപ്പിച്ചു വശം തന്നെ പരാതിക്കാരനായി വരുന്നു. അതാണ് ഇതിനകത്ത് രസം. ആരാണ് ഇതിന്റെ പിന്നിൽ ഗൂഢാലോചനക്കാരൻ? അതെ, അതും ആഗോള അയ്യപ്പ സംഘം നടക്കാൻ 3 ദിവസം മുമ്പ്, അതായത് കൃത്യമായി ഡേറ്റ് പറഞ്ഞു. ആഗോള അയ്യപ്പ സംഘം നടന്നത് സെപ്റ്റംബർ മാസം 20, ഇത് ഉന്നയിക്കപ്പെട്ട ദിവസം സെപ്റ്റംബർ മാസം 17. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഭംഗിയോടുകൂടി ശോഭയോടുകൂടി നടക്കാൻ പോകുന്നു എന്ന പ്രതീതി വരികയും അത് വിജയകരമാക്കരുത് എന്ന ആത്യന്തികമായ ലക്ഷ്യം വരികയും ചെയ്തപ്പോൾ ഉള്ള ഒരു സമർത്ഥമായ നീക്കം. അതുകൊണ്ടാണ് ഗൂഢാലോചന ഉണ്ടോ എന്ന് സംശയിക്കുന്നു എന്ന് പ്രസിഡന്റ് പറഞ്ഞതും ഞാൻ പറഞ്ഞതും ഒക്കെ ഞാൻ നേരത്തെ ഈ വിഷയം പറഞ്ഞിരുന്നു. അതിലൊരു ഗൂഢാലോചന ഉണ്ടോ ന്യായമായി ഞങ്ങൾ സംശയിച്ച, അതിൽ തെറ്റു പറയാനില്ലല്ലോ. ബോർഡ് 98 ഈ സ്പോൺസർ വന്നപ്പോൾ ഏതാണ്ട് 40 അയാൾ കുറെ എനിക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി TV കൊണ്ടൊക്കെ ഉള്ള അല്ലാതെ അല്ല, അതിനു മുമ്പ് തന്നെ അയാൾ ഈ ശബരിമലയിൽ അയാൾ ശാന്തിയുടെ സഹായിയായിട്ടോ പലരും ഇതൊക്കെ ആയിട്ടോ ഒക്കെ നിൽക്കുന്ന ഒരു രൂപം, പല രൂപത്തിൽ അവിടെ ഭക്തരെ വരുന്ന സമയത്ത് ഇങ്ങനൊരു സഹായമൊക്കെ കിട്ടിയാൽ പലരും അത് സ്വീകരിക്കുമല്ലോ. അങ്ങനെ സഹായിയായി പലരുടെയും കൂടെ കൂടി ഈ മറ്റ് ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം ഇപ്പോൾ ചില ആൾ പറയുന്നത് ഇയാൾ ഈ ഇവിടുന്ന് ഓരോ വർഷവും പിരിയുന്ന മേൽശാന്തിമാരെ തന്നെ പൂജയ്ക്കൊക്കെ സ്ഥലത്ത് എത്തിക്കുന്ന കാര്യത്തിൽ, അതുപോലെ തന്നെ ഇവരെ പല രൂപത്തിൽ അവരുടെ സ്പോൺസർഷിപ്പ് ഇയാൾ കരസ്ഥമാക്കിയിട്ട് ഇയാൾ എത്തേണ്ടടുത്ത് എത്താതിരിക്കുന്ന രൂപത്തിലുള്ള ശൈലികൾ, ഇതെല്ലാം ഇയാളുടെ ഭാഗത്തു നിന്നുണ്ട് എന്നുള്ളൊരു തെളിവാണ്. ജയറാമിൻ്റെ വീട്ടിൽ തന്നെ ഇത് കൊണ്ടുപോയി വെച്ച് ഈ പൂജ നടത്താനും അദ്ദേഹത്തെ പങ്കെടുപ്പിച്ചു. അദ്ദേഹം പറഞ്ഞല്ലോ, ഞാനിതൊന്നും മനസ്സിലാക്കിയിരുന്നില്ല. അപ്പോൾ ആളുകളെയൊക്കെ വിഷമിപ്പിക്കുന്ന രൂപത്തിലേക്ക് ആയിരുന്നു ഇയാളുടെ ഇത്തരത്തിലുള്ള ഇടപെടലെല്ലാം പോയിട്ടുള്ളതെന്ന് ഇപ്പോൾ വന്ന റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഏതായാലും നമുക്കത് കൃത്യമായി അറിയണം ഈ കാര്യം. അതുകൊണ്ടാണ് ഈ സമഗ്ര അന്വേഷണം ഞാൻ പറഞ്ഞത്.